വന്നു പരമശിവൻ, ചന്ദ്രകലാധരനായ ശിവന്റെ ആ സങ്കല്പത്തിന് മുന്നിൽ പരമശിവന്മാർ നിരന്നു നിൽക്കുന്നു. വടക്കുന്നാഥിന് മുന്നിൽ പാറമേക്കാവിന്റെ അതിമനോഹര രൂപക്കുട, അത് പരമശിവന്റെ ഉജ്ജ്വലമായ മുഖത്തോടു കൂടിയ വളരെ മനോഹരമായ കുട. പത്മനാഭനെയും നമുക്ക് വേണമെങ്കിൽ അതിൽ ദർശിക്കാം അല്ലേ? തട്ടകം വിട്ടുകൊടുത്തതിന്, ഈ തേക്കിൻകാട് വിട്ടുകൊടുത്തതിനുള്ള നന്ദി പ്രഖ്യാപനം എന്നോണം ഇതാ പരമശിവന്, ചന്ദ്രകലാധരനെ കുടയാക്കി പാറമേക്കാവ് വടക്കുന്നാഥന് മറുപടി എന്ത്? ആ രൂപത്തിലുള്ള രൂപമായിരിക്കും. അതെ, ഇനി കുടകളല്ല, കുടകൾ മാറി ഇനിയുള്ള കളികളാണ് നമ്മൾ കാണാനിരിക്കുന്നത്. എടാ മോനെ, അടുത്ത കുട വരാറായി. അടുത്ത കുട ചന്ദ്രകലാധരനായ പരമേശ്വരന് മുന്നിൽ അടുത്ത മറുപടി എന്താണ്? നീലക്കുടകൾ. അതൊരു അതൊരു വേറിട്ട വഴിയാണല്ലോ. വയലറ്റ് കുടകൾ, നീലലോഹിതം എന്നൊക്കെ പറയാവുന്ന വയലറ്റ് നിറത്തിലുള്ള കുടകളുമായി തിരുവമ്പാടി മറുപടി നൽകുന്നു. അപ്പൊ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇതാ പരമ്പരാഗതമായ കുട തന്നെയാണ്. ഈ വെള്ളി എലുക്കുകളിലെ ചന്തം കണ്ടോളൂ എന്നുള്ളൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ അത് തിരുവമ്പാടി കൊടുക്കുന്നത്. അല്ല, പറയുന്നത് പാറമേക്കാവ്, നിങ്ങൾ ചിലത് പുറത്തെടുത്തോളൂ, ഞങ്ങളുടെ നമ്പർ വരുന്നുണ്ടെന്ന്. ആദ്യത്തെ നമ്പർ പാറമേക്കാവ് ഇടാനിപ്പോ, പക്ഷെ കഴിഞ്ഞ തവണ നിർത്തിയെടുത്ത് നിന്ന് പാറമേക്കാവ് തുടർച്ചയാണ്. അതിനുള്ള മറുപടി എന്ത്? ഈ ഗംഗാധരനുള്ള മറുപടി എന്തായിരിക്കും തിരുവമ്പാടിക്ക് നൽകാനുള്ളത് എന്ന് പാറമേക്കാവ് ചോദിക്കുന്നുണ്ട്. ഇനി ഉയരുന്ന കാഴ്ച എന്ത് എന്നതാണ്. ദൃശ്യങ്ങളിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, പക്ഷേ വളരെ വേഗത്തിൽ തിരിച്ചു വരുന്നു. ഇതാ ഇളം പച്ചക്കുടകളുമായി, നടുവിൽ ഒരു വയലറ്റ് കുടയും ഇളം പച്ചക്കുടകളുമായി പാറമേക്കാവ് പുതിയ കുട ഇറക്കുന്നു. രൂപത്തിനപ്പുറത്ത് കുട തന്നെയുണ്ട്. ഈ ഒറ്റക്കുട ഉയർത്തിക്കൊണ്ട് അതിമനോഹരമായ പുതിയ നിറച്ചാർത്ത് നൽകിക്കൊണ്ട് ആ കോമ്പിനേഷൻ നോക്കൂ ദിവിഷേ, എത്ര മനോഹരമായിട്ടാണ് ആ ഒരുക്കി നിർത്തിയിരിക്കുന്നത്. ആ ഭംഗിയാണ്. നിങ്ങൾ പുതിയ തീം എടുത്തോളൂ, നിങ്ങളുടെ കയ്യിലും ഉണ്ട് കുട. അത് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആ മറുപടിയാണ് ഇപ്പോൾ നൽകുന്നത്. ആ വെഞ്ചാമരത്തിന് മീതേക്ക് ആ നിറം എത്തുമ്പോൾ അതിന്റെ മൊത്തം ചന്തം അത് എത്രത്തോളം അടുത്ത കുട തിരുവമ്പാടി വിഭാഗത്തിന്റെ അടുത്ത മറുപടി, അതും കുടകളാണ്, വർണ്ണങ്ങൾ നിറഞ്ഞ കുടകളാണ്. ഏറ്റവും ഇപ്പൊ കുടകളിലേക്ക് മാറി. രൂപം ഇടയ്ക്കുന്നിട്ടൊരു ചെറിയൊരു ലീഡ് ഇട്ടതാണ്. വരാനിരിക്കുന്നു, ചില സംഭവങ്ങൾ വരാനിരിക്കുന്നു എന്ന് കാണിച്ചതാണ്. പാറമേക്കാവ് ഇതാ നടുക്ക് പച്ചയും സ്വർണ്ണ നിറമാർന്ന കുടയും, നടുക്ക് ചുറ്റുമിങ്ങോട്ട് പാറമേക്കാവിന്റെ അതിമനോഹര കുടയാണ്. ചുവന്ന പൊട്ടുകളുമായി സ്വർണ്ണ അലുക്കുകളുമായിട്ടുള്ള കുടയാണ്. ചെറിയൊരു മജന്ത നിറമൊക്കെ പറയാവുന്ന തരത്തിലുള്ള കുടയാണ്. ഇനി അതിനുള്ള മറുപടി തിരുവമ്പാടി ഉയർത്തുന്നു. അടുത്ത കുട വീണ്ടും സ്വർണ്ണ നിറം, സ്വർണവും ചുവപ്പും അല്ലേ? അതുകൊണ്ടാ മനോഹരമായിരിക്കും. സ്വർണ്ണക്കുടകൾ തന്നെയാണ് ഞങ്ങൾക്ക് ഇന്നുള്ള മറുപടി എന്ന് അത് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇത്തരം കുടകൾ ഉയർത്തുന്നതിന്റെ ഒരു കാരണം, പകൽ അസ്തമിച്ചിട്ടില്ല. ഈ പകലിന്റെ ഈ സന്ധ്യാരശ്മികളെ പൂർണ്ണമായും അത് പ്രതിഫലിപ്പിക്കുന്ന നിറത്തിലുള്ള കുടകൾ, പച്ചയും ചുവപ്പും. അതോട്ടാ മത്സരിച്ച് അതിന്റെ ഡിസൈനുകളിലൊക്കെ മാറ്റം വന്നിരിക്കുന്നു. മഞ്ഞയും നീലയും പച്ചയും വെളുപ്പും ചുവപ്പും എല്ലാം പുതിയ അതിമനോഹരമായ പുതിയ നിറങ്ങൾ. ഓരോ നിറങ്ങളും ഓരോ നിറങ്ങൾക്കുമുണ്ട് പറയാൻ. ആ ഓരോ നിറങ്ങൾക്കും കഥ പറയാനുണ്ട്. എല്ലാ നിറങ്ങളും ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ എന്നുള്ള പ്രഖ്യാപനം കൂടിയുണ്ട്. ഇപ്പോൾ മറുവശത്ത് തിരുവമ്പാടി എന്താണ് ഉയർത്തുന്നത്? തിരുവമ്പാടി ഉയർത്തി. അവിടെയും നിറങ്ങളുടെ സംഗമമാണ്. പച്ചയും ചുവപ്പും കറുപ്പും. നിറച്ചാർത്തിന്റെ ഒഴുകിയിറങ്ങുന്ന നിറങ്ങളുടെ, ഒലിച്ചിറങ്ങുന്ന നിറങ്ങളുടെ നിറക്കൂട്ടുമായി ഇതാ തിരുവമ്പാടിയുടെ മറുപടി. ഞങ്ങളുടെ കയ്യിലുമുണ്ട് ഒരുപാട് നിറങ്ങൾ. ആ നിറക്കൂട്ടുകൾ ഇതാ ജനത്തിന് മുന്നിലേക്ക് കോരിച്ചൊരിയുന്ന നിമിഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ദിവിഷെ, പുതിയ തീമുകളും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന കുടകളും തെല്ലൊന്നിരുട്ടി മാറുമ്പോൾ ഇതൊരു അടുത്ത കുട ഉയർന്നു. തിരുവമ്പാടിയുടെ അടുത്ത നിറം, അതും നിറങ്ങളുടെ സമ്മേളനം തന്നെയാണ്. മൊത്തം നിറങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കുടകളാണ്. ഒറ്റ നിറങ്ങളിൽ നിന്ന് മാറിയില്ല. അതുകൊണ്ട് നിറങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. നീല, വെള്ള, ചുവപ്പ്. ഇനിയപ്പോൾ അതിനും വീണ്ടും ഒരു നിറസംഗമം തന്നെയാകും പാറമേക്കാവ് നൽകാൻ പോകുന്നത്. അപ്പോൾ നിറങ്ങളുടെ ഒരു പോരാട്ടമാണ് ഇപ്പോൾ നമ്മൾ ഈ കുടമാറ്റ വേദിയിൽ കാണുന്നത്. പല നിറങ്ങളും ഒറ്റക്കുടയിൽ കോരി ഒഴിച്ചുകൊണ്ട് ആനന്ദത്തിന്റെ പുതിയ ഒറ്റക്കുട കൈമാറുമ്പോൾ അത് പുതിയ കുടകൾ, പുതിയ മഴവില്ലഴകുകളുള്ള കുടകൾ ഇതാ മാനത്തേക്ക് ഉയർത്തിക്കൊണ്ട്
ഇതാണ് കുടമാറ്റത്തിന്റെ ഏറ്റവും മനോഹരമായ കുടകളുടെ ദൃശ്യങ്ങളിലൊന്ന്. ഇതാ നമുക്ക് മുന്നിൽ അടുത്ത ഈ കുട ഇപ്പോൾ പാറമേക്കാവ് ഉയർത്തുമ്പോൾ മറുവശത്ത് നിന്നുണ്ട്. പാറമേക്കാവ് വീണ്ടും കുട മാറ്റിയിരിക്കുന്നു. അടുത്തത് വീണ്ടും വെള്ളി അലുക്കുകളുമായി മനോഹരമായ കുടയാണ്. ഇതിൽ നിറങ്ങളുടെ സംഗമമല്ല, പക്ഷേ വെള്ളിയും സ്വർണവുമാർന്ന നിറങ്ങളാണ് ഇപ്പോൾ എല്ലാത്തിനും അകമ്പടിയായി വരുന്നത്. അത് ഏറ്റവും രസകരമായ മനോഹരമായ കാഴ്ചകളാണ്. തീർച്ചയായും ഒരു രൂപം മാത്രമേ നമ്മൾ ഇതുവരെ ദർശിച്ചുള്ളൂ. ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഗംഗാധരൻ നിറഞ്ഞങ്ങ് നിന്നു. ആരാണ് വരുന്നത്? അലുക്കുകൾക്കപ്പുറത്ത് പുതിയ തിരുവമ്പാടിയുടെ മറുപടി. തിരുവമ്പാടിയുടെ അതിമനോഹരമായ കുടയാണ്. അതിമനോഹരമായ മറുപടി. നടുക്ക് നീല, ചുറ്റും അങ്ങോട്ടും സ്വർണത്തിന് കൂടുതൽ. എന്താണ് സ്വർണത്തിൽ നിറയുന്നത്? അത് സ്വർണരശ്മികൾക്ക് ഇതാ ഭൂമിയിൽ നിന്നുള്ള തിരിച്ചു നൽകലാണ്. സൂര്യന്റെ സ്വർണരശ്മികൾക്ക് ഇതാ ഞങ്ങൾക്ക് ഇപ്പോഴുണ്ട്. ആ സ്വർണരശ്മികളെ പൂർണ്ണമായും തിളക്കം കൂട്ടുന്ന സ്വർണ്ണക്കുടകൾ എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ തിരുവമ്പാടി. പാറമേക്കാവിന്റെ മറുപടി കുടകൾ ഇതാ ഉയരുന്നു. മഞ്ഞക്കുടകൾ ഉയർത്തിക്കൊണ്ട് മഞ്ഞപ്പട്ടാമ്പരം എന്ന് തന്നെ പറയാം. അത്തരത്തിൽ അതിൽ പക്ഷേ ചില രൂപങ്ങൾ കൊത്തിയിട്ടുണ്ട്. ആ രൂപം ചില ഡിസൈനുകൾ ചേർത്താണ് നല്ല അതിമനോഹരമായ മഞ്ഞക്കുടകൾ ഉയർത്തിയിരിക്കുന്നത്. അതിൽ ചെറിയ വയലറ്റ് നിറമുള്ള അലങ്കാര പ്രയോഗങ്ങളുണ്ട്. ഇനി അതിനുള്ള മറുപടി, പാറമേക്കാവിന്റെ ഈ കുടയ്ക്കുള്ള മറുപടി എന്താണ്? എത്ര മനോഹരമായ കോമ്പിനേഷൻ! എത്ര ആ മഞ്ഞയും വയലറ്റും ചേർന്നുള്ള അതിമനോഹരമായൊരു കോമ്പിനേഷൻ. ഇതാണ് ഈ മറ്റൊരു കുടയിലൊരു പൂക്കളം തീർക്കുകയാണ്. കുടയിൽ മറ്റൊരു വിവിധ വർണ്ണങ്ങളാൽ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു ഈ കുടകളിലൂടെ നിറച്ചാർത്തിന്റെ മാരിവില്ലഴക് എന്ന് ഈ കുടമാറ്റത്തിന്റെ ഓരോ കുടയിലും ഇരുവിഭാഗവും പ്രഖ്യാപിക്കുന്ന നേരമാണ്. എന്തൊരു മനോഹരമായ കുടകൾ! തിരുവമ്പാടിയുടെ മറുപടി വീണ്ടും ചുവന്ന കുടകളുമായി, ഒരു ചോപ്പൻ കുടകളുമായി ഈ ചുവന്ന സന്ധ്യയ്ക്ക് മറുപടി നൽകാൻ വീണ്ടും സ്വർണ്ണ നിറത്തിലുള്ള ചുവന്ന കുടകളുണ്ട് ഞങ്ങളുടെ കയ്യിൽ എന്ന് തിരുവമ്പാടി തെക്കേ ഗോപുര നടയിൽ നിന്ന് പ്രഖ്യാപിക്കുന്നു. ആ തെക്കേ ഗോപുരത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ, ആ കുടകൾ ചേർന്ന് നിൽക്കുമ്പോൾ, നടുവിലെ ആ പച്ചക്കുടയും മറ്റ് 14 ആനപ്പുറത്ത് 7 ആനകളും ഇരുവശത്ത് നിൽക്കുമ്പോൾ, ആ ചുവന്ന കുടയും തെക്കേ ഗോപുര നടയും കൂടിച്ചേരുമ്പോൾ അത് നൽകുന്ന ഒരു അനുഭവമുണ്ട്. അത് നൽകുന്ന കാഴ്ചയുടെ ഒരു സൗന്ദര്യ പാഠമുണ്ട്. ആ കാഴ്ചയാണ് ഇന്ന് കൊത്തിവയ്ക്കപ്പെടുന്ന നിമിഷങ്ങൾ, ഭാവിയിലേക്ക് ഫ്രീസ് ചെയ്തെടുക്കപ്പെട്ട മുഹൂർത്തങ്ങൾ. അത് ഈ കുടമാറ്റത്തിന്റെ തെക്കേ ഗോപുരനടയോട് ചേർന്ന് ഈ ജനക്കൂട്ടം അത്രയും കണ്ണിമചിമാതെ കാത്തു നിൽക്കുന്നത് ഈ മുഹൂർത്തത്തിനാണ്. ഈ കുടകളാണ്. ഇതിനുള്ള മറുപടി മറുവശത്ത് നിന്നുണ്ട്. പാറമേക്കാവ് എന്ത് പറയുന്നു പാറമേക്കാവേ എന്ന് തിരുവമ്പാടി ചോദിക്കുന്നു. നിങ്ങൾക്ക് പറയാനുണ്ട്, അത് എന്ത് എന്നുള്ളത് അല്പസമയത്തിനകം കാണാം. പാറമേക്കാവിന്റെ മഞ്ഞപ്പട്ടാമ്പര കുടകൾ അതങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. അതിനുള്ള മറുപടിയാണ് നമ്മൾ ചുവപ്പിൽ കണ്ടത് തിരുവമ്പാടിയിൽ നിന്ന്. തീർച്ചയായും സൂര്യൻ ഈ പകലിനോട് വിട പറയാൻ ഒരുങ്ങുമ്പോൾ ആ സൂര്യപ്രഭയിൽ സൂര്യരശ്മികൾക്ക് കൂടുതൽ ഉജ്ജ്വലമാകുന്ന കാഴ്ച. അതെ, ഒരു വേറിട്ട നിറങ്ങളിലേക്ക് പോയി തുടങ്ങിയുള്ള അലുക്കുകൾ തുന്നിച്ചേർത്ത കുങ്കുമ നിറത്തിലുള്ള കുടകളുമായി ഇതാ പാറമേക്കാവ് പുതിയ നിറങ്ങൾ നൽകുന്നു. ആ പുതിയ വർണ്ണമെത്തുമ്പോൾ അതിന് ഇത് തുടക്കം മാത്രമാണ്. ഇത് ശരിക്കും കുടമാറ്റം കുടയാണ്. ഇതിനപ്പോൾ ആ കുടകളിലേക്ക് നോക്കൂ. അത് മാനത്തെ മുഴുവൻ ഭൂമിയിലേക്ക് ആവാഹിക്കുന്ന ഒരു കുടയായി. കൃഷ്ണൻ നിറഞ്ഞു നിൽക്കുന്ന കുടകൾ ഉയർത്തിയാണ് തിരുവമ്പാടിയുടെ മറുപടി. വെള്ളക്കുടയിൽ കൃഷ്ണന്റെ രൂപങ്ങൾ ആലേഖനം ചെയ്ത അതിമനോഹരമായ കാഴ്ചകൾ. നമ്മൾ രൂപങ്ങൾ ഒന്നൊന്നായി തെളിഞ്ഞു വരുന്നതേയുള്ളൂ. ശിവന്റെ രൂപം കണ്ടെങ്കിൽ കുടയിൽ കൃഷ്ണരൂപം ആലേഖനം ചെയ്തുകൊണ്ടാണ് തിരുവമ്പാടി അല്ലേ? തിരുവമ്പാടിയുടെ മറുപടി കൃഷ്ണരൂപത്തിലുള്ള കുടകളാണ്. ഇനിയും ഒട്ടേറെ കൗതുക കാഴ്ചകൾ പാറമേക്കാവ് ഉയർത്തിയിരിക്കുന്നു. പാറമേക്കാവിന്റെ ആ വെൽവെറ്റ് കുടകളുടെ മനോഹാരിത അങ്ങനെ ഉണ്ണിക്കണ്ണനാണ്. തിരുവമ്പാടിയിൽ ഉണ്ണിക്കണ്ണനും ഉണ്ട്. തിരുവമ്പാടിയിൽ അമ്പാടിക്കണ്ണന്റെ കൂടി പ്രതിഷ്ഠയുണ്ട്. ഭഗവതിയാണ് ഇവിടേക്ക് വരുന്നതെങ്കിലും ഉണ്ണിക്കണ്ണനും കൂടി ഉണ്ട് തിരുവമ്പാടിയിലെ. അമ്പാടിക്കണ്ണനെ ഇതാ തിരുവമ്പാടി നൽകിയിരിക്കുന്നു. ഭഗവതിയാണ് വന്നിരിക്കുന്നത്. എന്നാലും ഭഗവതിയുടെ തിടമ്പേറ്റുമ്പോൾ കൂട്ടാനപ്പുറത്ത് ഞങ്ങളുടെ ഉണ്ണിക്കണ്ണനുണ്ട്, ഞങ്ങളുടെ അമ്പാടിക്കണ്ണനുണ്ട് എന്ന് തിരുവമ്പാടി പ്രഖ്യാപിക്കുകയാണ്. അതിമനോഹരമായ ഓടക്കുഴലൂതുന്ന അമ്പാടിക്കണ്ണൻ. ഈ ശ്രീകൃഷ്ണ വിഗ്രഹം, ഈ ശ്രീകൃഷ്ണ രൂപം മനസ്സിലോർക്കാത്തവരാരും ഉണ്ടാകില്ല. ആ കാഴ്ചയാണ് ഇപ്പോൾ തിരുവമ്പാടി നൽകുന്നത്.